റിപ്പോർട്ടർ ചാനലിൽ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മോദി സർക്കാർ ഓഗസ്റ്റിൽ നിലംപതിക്കും, തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുക, പ്രവർത്തകരോട് ലാലു പ്രസാദ് യാദവ് തോന്നിയത് വിളിച്ചു പറഞ്ഞത് വളരെ വലിയ ആവേശത്തിൽ തന്നെ റിപ്പോർട്ടർ ചാനൽ പച്ച മലയാളത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊരു വിഷയമാക്കി ചർച്ച ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് ആയിരക്കണക്കിന് ആളാണ് ഇതിന് ലൈക്ക് അടിച്ച് പിന്തുണകളുമായിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റുകളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. യാതൊരു വിവരവും ഇത്തരം ആളുകൾക്കില്ലേ? ഇതൊക്കെ ഇനിയും വിശ്വസിക്കുകയാണോ? റിപ്പോർട്ടർ ചാനലൊക്കെ വരുന്ന ഓരോ വാർത്തകളും നിങ്ങളൊന്ന് ലളിതമായിട്ട് ഇതിന് പിന്തുണ കൊടുക്കുന്ന, ഇതിന് ലൈക്ക് അടിക്കുന്ന ഓരോ ആളുകളും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലകളിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തകൾ ഏതെങ്കിലും യാഥാർത്ഥ്യമായോ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ. എന്നിട്ട് പോരെ ഈ ഒരു വാർത്തക്കൊക്കെ ആവേശം കൊള്ളാൻ? അതും രാജ്യത്തെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടത്തി, അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ജയിലിൽ പോയിട്ടുള്ള കാലിത്തീറ്റ കുംഭകോണം വലിയ തട്ടിപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഈ ഓഗസ്റ്റിൽ മാറേണ്ടി വരുമോ? ഇതൊക്കെ വാർത്തയാക്കി, ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾ പിന്തുണയ്ക്കുന്നത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തൊക്കെയുള്ള സകല ആളുകളും ഈ മോദി വിരുദ്ധരായിട്ട് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഈ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമാണോ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്? സുബോധമുള്ളവർ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രാജ്യത്തിൻ്റെ ഗുണമൊന്നുമല്ല, മറ്റെന്തൊക്കെയോ നമ്മുടെ രാജ്യത്ത് നടത്താനാണ് ഇത്തരം ആളുകളൊക്കെ നിൽക്കുന്നത്. അല്ലാതെ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയ ഒരാളേക്ക് എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുക? പിന്നെ റിപ്പോർട്ടർ ചാനലിൽ എന്തൊക്കെയായിരുന്നു റിസൾട്ട് വന്നതിന് ശേഷം പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നായിരുന്നു. പിന്നീട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്താ വിളിച്ചു പറഞ്ഞ് ഘടകകക്ഷികളെ വലിയൊരു ഉപപ്രധാനമന്ത്രിയും സ്പീക്കർ സ്ഥാനമൊക്കെ കൊടുക്കുമെന്ന്. അതും നടന്നില്ല. ഘടകകക്ഷികൾക്കൊക്കെ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രിയും കൊടുത്തതോട് കൂടിയിട്ട് അതടങ്ങി. പിന്നീട് സ്പീക്കർ ഒന്നും നടന്നില്ല. റിപ്പോർട്ടർ ചാനൽ പറയുന്ന ഒന്നും, അവർ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരുന്ന ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഉണ്ടയില്ല വെടിയായിട്ട് ഈ ഒരു പ്രസ്താവനയും മാറുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ഇനി ഓഗസ്റ്റിലൊന്നുമല്ല, വരുന്ന 2029 ഇലക്ഷൻ ആവുമ്പോഴേക്ക് കൃത്യമായിട്ടൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞു തരാം. സുബോധമുള്ള ഒരു ജനങ്ങളും, ഒരാൾ പോലും, ഒരു പൗരൻ പോലും ഈ പറയുന്ന പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യില്ല. കാരണം എന്താ? സഭയിലൊക്കെ നടക്കുന്നത് സകല ആളുകളും കണ്ടുകൊണ്ടിരിക്കുക. ഭരണഘടനയും ഉയർത്തി സഭയിലേക്ക് വരും, എന്നിട്ട് മതക്കാടൊക്കെ ഉയർത്തി സഭാ ചട്ടമൊക്കെ ലംഘിച്ച് തോന്നിയതുപോലെ പോകുന്ന, ഇതുപോലെ കാലിത്തീറ്റ കുംഭകോണക്കാരായിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകാർ, ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ, ഇവരുടെ ഒരു കൂട്ടത്തിന് രാജ്യസ്നേഹികളായിട്ടുള്ള, രാജ്യം ഡെവലപ്പ് ആവണമെന്നുള്ള ഒരാളുടെയും വോട്ട് കിട്ടില്ല. ഇനി വരുന്ന ഇലക്ഷനിൽ ഈ പറയുന്ന കോൺഗ്രസിനൊന്നും നിലം തൊടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉള്ള ഇലക്ഷൻ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം തന്നെ ശ്രമിക്കുന്ന നല്ലത്. ഒന്നുമില്ലെങ്കിൽ 99 കുറച്ച് എണ്ണമെങ്കിലും പറയാൻ ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പരമാവധി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം തന്നെ പരമാവധി ശ്രമിച്ചോളൂ.